ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് സാരി ഡ്രേപ്പിംഗ് ഫോർ ബിഗിനേഴ്സ് ആൻഡ് ഹൗ ടു ഹൈഡ് ഹിപ്പ് സൈഡ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചൊരു കോട്ടൺ സാരിയിൽ തന്നെ കാണിച്ചു തരാം. ഇതെൻ്റെ ഫേവറേറ്റ് സാരി കേട്ടോ. ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഇപ്പോഴത്തെ എൻ്റെ ജോലിയുടെ ഇൻ്റർവ്യൂവിന് ഞാൻ എടുത്ത സാരി കേട്ടോ. ഏകദേശം 6 to 7 years ആയി. ഇതിലേക്ക് ഞാൻ അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യുന്നത് ഫിഷ് കട്ട് അണ്ടർസ്കേർട്ടാണ്. പിന്നെ അതുപോലെ ഈ ബ്ലൗസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ല 6 to 7 years, അതുകൊണ്ട് തന്നെ ഹാഫ് സ്ലീവ് നോർമൽ ബ്ലൗസാണ്. അപ്പം നമ്മൾ സാരി ഡ്രേപ്പിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കോട്ടൺ സാരി ഉണ്ട്, പ്രത്യേകിച്ച് നമ്മളത് അതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഉടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ പിന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ താഴെയുള്ള പ്ലീറ്റ്സ് എടുക്കുന്നതും അതുപോലെ തന്നെ മുകളിലത്തെ പ്ലീറ്റ്സ് എടുക്കുന്നതിന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ റഫായിട്ട് നമ്മൾ ഇട്ടിട്ട് നമുക്ക് എത്ര മുന്താണീൻ്റെ ലെങ്ത്ത് വേണം എന്നും കൂടി നോക്കണം. ഏകദേശം ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പിന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് മാർക്ക് മീൻസ് അത് നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്ലീറ്റ്സ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഈ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അവിടെയും പിന്ന് വെച്ച് 2 സൈഡിൽ ഞാൻ പിന്ന് വെച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ താഴെ പ്ലീറ്റ്സ് എടുക്കാനുള്ള ഒരു മാർക്കിങ്. അപ്പം നമുക്കിതുപോലെ നല്ല കറക്റ്റ് അളവിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം മുകളിലത്തെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന പ്ലീറ്റിൻ്റെ അടിയിലായിരിക്കണം ബാക്കി പ്ലീറ്റ്സൊക്കെ. ആ ഒരു കറക്റ്റ് അളവിന് ആയിട്ട് എടുത്തിട്ട് നമുക്ക് അവിടെ 2 പിന്ന് കൊടുക്കാം. പിൻ ചെയ്തിട്ട്, കാരണം അയൺ ചെയ്യാനുള്ളതല്ല. അപ്പോൾ 2 സൈഡിലും പിന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. താഴേക്കുള്ളതും എന്താ പറയുക, ഈ ഞെറിവ് അതുപോലെ കറക്റ്റ് കിട്ടും. കാരണം അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് മുകളിലത്തെ പ്ലീറ്റ്സ് നമുക്കിതുപോലെ എടുക്കാം കേട്ടോ. അതായത് ആദ്യത്തെ പ്ലീറ്റ് എടുത്തതിൻ്റെ അതിൻ്റെ താഴെയിലൂടെ അടുത്ത പ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ പ്ലീറ്റിൻ്റെ അകത്തായിരിക്കണം ബാക്കി എല്ലാ പ്ലീറ്റ്സും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിൻ ചെയ്യുമ്പോൾ കുറച്ച് ബോറായിട്ട് പുറത്തോട്ടായിട്ട് നിൽക്കും. അപ്പോൾ അതൊരു വൃത്തിയിൽ നിൽക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് പിന്നെ നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിരിക്കും കേട്ടോ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ. അതിനുശേഷം നമുക്ക് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പിന്നൊക്കെ നമ്മൾ ലാസ്റ്റ് എടുക്കും. അപ്പോൾ എല്ലാം നമുക്ക് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും നമ്മൾ പിന്ന് കൊടുക്കുന്നത്. പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ അടുത്ത അളവിന് വെച്ചിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് താഴേക്കുള്ള പ്ലീറ്റ്സ് പിന്നും എടുക്കാൻ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നോളും. എന്നിട്ട് നമുക്ക് ഇതുപോലെ താഴേക്കുള്ള പ്ലീറ്റ്സും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിലപ്പം കറക്റ്റ് വടി പോലൊന്നും കിട്ടണമെന്നില്ല. കാരണം ചില സാരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് വളവും തിരിവും ഒക്കെ ഉണ്ടാവും. അപ്പം അത് കാരണം നമുക്ക് ചില സാരീസിലൊന്നും കറക്റ്റ് നമുക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ കിട്ടൂല. എന്നിട്ട് നമുക്ക് അയണിങ് സ്റ്റാർട്ട് ചെയ്യാം. അയണിങ് ഞാൻ ഫുള്ള് സാരി അയൺ ചെയ്യുന്നുണ്ട്. കാരണം കോട്ടൺ അല്ലേ, അപ്പോൾ ഓൾറെഡി അതിങ്ങനെ ചുളുങ്ങിയിട്ട് ഉണ്ട്. അപ്പം ഇത് താഴേക്കുള്ള പ്ലീറ്റ്സ് ആണ് ഞാൻ നേരത്തെ പിന്ന് കുത്തി കൊടുത്തില്ല. അപ്പം മുകളിലത്തെ പിന്ന് കുത്തി കൊടുത്തോണ്ട് അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പം നമുക്ക് അടിയത്തെ ഞെറിവ് എടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ അവിടെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ സാരി എടുക്കുമ്പോൾ ആ പ്ലീറ്റ്സ് അതുപോലെ അങ്ങ് കിടന്നോളും. വേറെ ടെൻഷനൊന്നുമില്ല, വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഓരോ പ്ലീറ്റ്സിൻ്റെ താഴെ കൂടെ ഞാൻ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിലൊക്കെ ചുളിവ് ഉണ്ടാവും. ബാക്കി പ്ലീറ്റ്സ് എല്ലാതും ഇതേപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് സാരി എടുക്കാം കേട്ടോ. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം ഈ സാരീൻ്റെ ഇതൊക്കെ അകത്തോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അകത്തേക്ക് ഫില്ലാവണം കേട്ടോ. ബാക്ക് സൈഡിലും അതേപോലെ തന്നെ
എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റ് നമ്മൾ എല്ലാം എടുത്ത് വെച്ചല്ലേ, അപ്പം ഇനി നമുക്ക് ഈസി ആയിരിക്കും. കാരണം അത് വെച്ചിട്ട് അവിടെ ഏകദേശം ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ മുന്താണി അതും നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ പിന്ന് കുത്തിയോണ്ട് ആ പിന്ന് കുത്തിയ ഭാഗത്ത് തന്നെ വേറെ പിന്ന് വെച്ചിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ സൈഡത്തെ ഞെറിവ് എടുക്കേണ്ടത് കുറച്ച് നല്ല ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം സൈഡിൽ 2-3 എനിക്കൊക്കെ 2-3 ഞെറിവായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഹിപ്പ് സൈഡ് കവർ ചെയ്യേണ്ടതെന്ന് ചില ആൾക്കാർ, പണ്ടത്തെ ആൾക്കാരൊക്കെ കാണാം സൈഡ് അങ്ങ് അവർ കുത്തും, പക്ഷെ മറ്റ് ഫ്രണ്ട് സൈഡ് ഫുൾ അങ്ങനെ ഓപ്പൺ ആയി കിടക്കും. അത് കുറച്ച് ബോറാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഹിപ്പ് സൈഡ് അല്ലെങ്കിൽ ആ നമ്മളെ ഫ്രണ്ട് ഭാഗത്തും കാണാതിരിക്കാൻ, മാറ് കാണാതിരിക്കാൻ എങ്ങനെയാണ് പിന്ന് കുത്തണ്ടേന്നുള്ളത്. ഏകദേശം കഴിഞ്ഞിട്ട് ഇവിടെ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ മുകളിൽ പിന്ന് കുത്തിയൊന്ന് അഴിച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് കുത്തിയാൽ മതി കേട്ടോ. അത് ലാസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടൈറ്റ് ആക്കിയിട്ട് അങ്ങ് കുത്തുക. പക്ഷെ എവിടെയും കുളമൊന്നുമില്ല, കുറച്ച് മുകളിലേക്ക് കയറ്റി കുത്തിയാൽ മതി. ഇനി സൈഡ് കാണാതിരിക്കും, അതായത് വയറിൻ്റെ സൈഡും അങ്ങനെ ഫ്രണ്ട് സൈഡും കാണാതിരിക്കുക. 2 പിന്നിൻ്റെ ആവശ്യമേ ഒന്ന് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ബ്ലൗസുമ്മ തന്നെ കുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡത്തെ എടുത്തിട്ട് നമ്മൾ വയറിൻ്റെ അങ്ങോട്ടുള്ള ആ ഒരു ക്ലോത്തിൽ അങ്ങ് കുത്തിക്കഴിഞ്ഞാൽ സൈഡിൽ അങ്ങനെ മീൻസ് വേറെ ആയിട്ട് ഇങ്ങനെ കിടക്കൂല, അതവിടെ സെക്യൂർഡായിട്ട് ഇരുന്നോളും. എന്നുള്ള നീറ്റിൽ നമുക്ക് സാരി ഉടുത്ത് ലുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റായിട്ടും നല്ല വൃത്തിക്കും കിട്ടും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു, ബൈ.